ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമാവട്ടെ. പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇന്ന് പകൽക്കാലം അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തങ്ങളുടെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഉറപ്പിച്ച് പ്രബോധിപ്പിക്കുന്ന ഒരു വചനമായി പകൽക്കാലം നമ്മളെടുത്തു. ഇത് ചിന്തിക്കുമ്പോൾ രണ്ട് മേഖലയായിട്ട് ഇതിനെ നമ്മൾ വേർതിരിക്കേണ്ടി വരും. ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച പല ആളുകളും അനേക പ്രതികൂലങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ ഇന്നലകളിലും ഇന്നുകളിലും കടന്നു പോകുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ സഭാ ചരിത്രമെടുത്താൽ കഷ്ടതയുടെ, വേദനയുടെ ഒരു പരമ്പരയിലൂടെയാണ് അവൾ കടന്നുപോയത്. പക്ഷേ അതിനെയെല്ലാം നന്മയ്ക്കായി മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ, കർത്താവായ ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ ഒരു ചരിത്രം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. യേശു ക്രിസ്തു യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറവീതം കൊള്ളുന്ന 6 കൽപ്പാത്രമുണ്ടായിരുന്നു. ആ കൽപ്പാത്രത്തിൽ വെള്ളം നിറയ്ക്കുവാൻ അവൻ ആവശ്യപ്പെടുക. അപ്പോൾ നോക്കണം, വെളിയിൽ യഹൂദന്മാർ കാൽ കഴുകുന്ന, അവർ പുറയ്ക്കകത്ത് കൊണ്ടുവരാതെ ബാഹ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കൽപ്പാത്രമാണിത്. ആ പാത്രത്തിൽ വെള്ളം നിറയ്ക്കുവാൻ ശുശ്രൂഷകരോട് ആവശ്യപ്പെടുക. ശുശ്രൂഷകർ അല്ലെങ്കിൽ ആ വീട്ടിൽ ജോലി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ വെള്ളം നിറയ്ക്കുന്നു. യേശു പറയുകയാണ്, അത് കൊണ്ടുപോയി വിരുന്നുവാഴിയുടെ അടുക്കൽ കൊടുക്കുവാൻ. ഈ വിരുന്നുവാഴി അടുക്കൽ കൊടുത്തിരിക്കുന്ന ഈ പച്ചവെള്ളം രുചിച്ചു നോക്കിയപ്പോൾ, 10-ാമത്തെ വാക്യമാണ്, വിരുന്നുവാഴി പറയുന്ന ഒരു അഭിപ്രായം, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ എന്നവനോട് പറഞ്ഞു. അപ്പോൾ നോക്കണം, ഇത് പച്ചവെള്ളമായിരുന്നു. പക്ഷേ ദൈവം, യേശു അത് വീഞ്ഞാക്കി മാറ്റുന്ന ഒരത്ഭുതത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിന്ത മറന്നുപോകല്ല. നമ്മളിന്ന് പകൽക്കാലം ചിന്തിക്കുന്നത് നന്മയ്ക്കായി മാറ്റി തീർക്കുകയാണ്. അപ്പോൾ ഈ വിരുന്നുവാഴി രുചിച്ചു നോക്കുമ്പോൾ പറയുന്നത്, ഇത്രയും നല്ല വീഞ്ഞ് നീ ഇതുവരെ സൂക്ഷിച്ചല്ലോ. അപ്പോൾ ഏറ്റവും നല്ലതാക്കി സാഹചര്യത്തെ മാറ്റുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇപ്പോൾ പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നോക്കണം, പഴയ നിയമത്തിൽ അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരെ എല്ലാം നമ്മൾ പഠിച്ചാൽ, സ്തോത്രം, അവരെല്ലാം ഈ പ്രതിസന്ധികളിലൂടെ, ഈ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവർ. യോബിന്റെ ജീവിതത്തെ നമുക്കറിയാം. യോബിന്റെ ജീവിതത്തിന്റെ 2-ാം അധ്യായം തൊട്ട് 38-ാം അധ്യായം വരെ നമ്മൾ പഠിച്ചാൽ, ഒരിക്കൽ പോലും യോബ് തൻ്റെ ജീവിതത്തിൽ
രക്ഷപ്പെടുമെന്ന് അത് കാണുന്നവർക്ക് മനസ്സിലാകുന്നില്ല. തന്റെ സ്നേഹിതന്മാർ പോലും വന്ന് ആ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമെന്ന് പറയുവാൻ അവർക്ക് പോലും കഴിയുന്നില്ല. കാരണം അത്രമാത്രം അതികഠിനമായ ഒരു പ്രശ്നത്തിലൂടെയായിരുന്നു ഇയ്യോബ് പോയത് എന്നത് നമ്മൾ അറിയണം. എന്നാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം, ആ ഇയ്യോബിന്റെ ജീവിതത്തെ ഏറ്റവും നല്ലതാക്കി മാറ്റിയെന്ന് 42 മുതൽ 2-ാം അധ്യായം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഇന്നലകളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു അവന്റെ നാളുകൾ. പ്രൈസ് ദി ലോർഡ്. ജോസഫിന്റെ ജീവിതം നിങ്ങൾ പഠിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ജോസഫിന്റെ ആരംഭങ്ങൾ, ജീവിതത്തിന്റെ ആരംഭങ്ങൾ, പ്രൈസ് ദി ലോർഡ്, തന്റെ സഹോദരന്മാർ നിന്ദിക്കുന്നത്, പരിഹസിക്കുന്നത്, ശേഷമായി അവർക്ക് തരം കിട്ടിയപ്പോൾ അവനെ പിടിച്ച് പൊട്ടക്കിണറിലിടുന്നു. പൊട്ടക്കിണറിൽ നിന്ന് അവർ ഇസ്മായിലിയെ കച്ചവടക്കാർക്ക് വിൽക്കുന്നു. ഇസ്മായിലിയെ കച്ചവടക്കാർ പൊത്തിപ്പേറിന്റെ വീട്ടിൽ കൊണ്ടുപോയി. സ്തോത്രം. ഇങ്ങനെ ഒരു കഷ്ടതയുടെ ഒരു പരമ്പര തന്നെ കാണുവാനിടയായിത്തീരുന്നു. പക്ഷേ ജോസഫിന്റെ ജീവിതം അതുകൊണ്ട് തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ മിസ്രൈമിലെ രണ്ടാമനായി വാഴുവാൻ തക്ക നമ്മുടെ ആയിത്തീർന്നു. മോശയുടെ ജീവിതം നമ്മൾ പഠിച്ചാലും അങ്ങനെയാണ്. അവൻ്റെ സ്തോത്രം, അവൻ മിദ്യാനിലേക്ക് ഓടിപ്പോകുന്നത്, അവിടെ ചെന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ, 40 വർഷത്തോളം ആടിനെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ നടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും മോശ തിരിച്ചു വരികയില്ല. പക്ഷെങ്കിൽ അതെല്ലാം പിൽക്കാലങ്ങളിൽ മോശയ്ക്ക് ഗുണം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കും. 25 ലക്ഷം ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം മോശയുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ടത്, താൻ അത്രയും ക്ഷമയുള്ളവനായി മാറിയത്, അത്രയും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായത്, ജനം മുഴുവൻ തനിക്കെതിരെ പിറുപിറുക്കുമ്പോൾ, ദൈവത്തിനെതിരെ പിറുപിറുക്കുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ വളരെ സൗമ്യനായി നിന്ന് അതിനെ കൈകാര്യം ചെയ്യുന്നതെല്ലാം ആ 40 വർഷത്തെ തൻ്റെ മരുഭൂമിയിലെ ആടുമേയിക്കലായി. അത് നാം മനസ്സിലാക്കണം. സകലതും നന്മയ്ക്കായി മാറ്റുന്നു. അപ്പൊ ഇന്നുകൾ ഒരു പക്ഷെങ്കിൽ വേദനകളുടെയും ദുഃഖത്തിൻ്റെയും ഭാരത്തിൻ്റെയും അവസ്ഥയിലായിരിക്കും നാം പോകുന്നത്. അതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നന്മയാകുന്നു എന്നത് മനസ്സിലാക്കും. അപ്പോസ്തലൻ പൗലോസ് താൻ കാരാഗ്രഹത്തിലേക്ക് പോകുന്ന അനേക അനുഭവങ്ങൾ കാണുന്നുണ്ട്. ഫിലിപ്പിയ കാരാഗ്രഹത്തിലേക്ക് താൻ കയറിപ്പോകുന്നു. സ്തോത്രം. ആ കാരാഗ്രഹത്തിലേക്ക് അടിക്കപ്പെട്ടവനായി, മുറിവേൽക്കപ്പെട്ടവനായി കയറി ചെല്ലുന്നത്. പക്ഷേ ആ കാരാഗ്രഹ പ്രമാണിയെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണമായിരുന്നു താൻ ആ കാരാഗ്രഹത്തിലേക്ക് പോയതെന്നത് താൻ പിന്നീട് അത് മനസ്സിലാക്കുവാനായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ അടിക്കപ്പെട്ടത്, കാരാഗ്രഹത്തിന്റെ അകത്തേക്ക് അടയ്ക്കപ്പെട്ടത്, ഹല്ലേലൂയ, ഒരു കാരാഗ്രഹ പ്രമാണിയുടെ വിടുതലിനായിരുന്നു എന്നത് തനിക്ക് മനസ്സിലാക്കുവാനായിരുന്നു. അതുകൊണ്ട് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ആ കാനാവിലെ കല്യാണ വീട്ടിൽ വെറും പച്ചവെള്ളമായിരുന്നു അതിന് രുചിയും ഗുണവും മനുഷ്യന് സന്തോഷവും കൊടുക്കുന്ന ഏറ്റവും നല്ല വീഞ്ഞാക്കി മാറ്റിയത്. ഹല്ലേലൂയ. പൗലോസിന്റെ കാരാഗ്രഹത്തിലേക്കുള്ള തൻ്റെ അടിച്ചു കൊണ്ടുപോകുന്നത് കാരാഗ്രഹ പ്രമാണിയുടെ വിടുതലിനാക്കി മാറ്റിയത്. അതേ കർത്താവേ, മോശയുടെ 40 വർഷത്തെ ആടിനെ മേയിച്ചുകൊണ്ടുള്ള ജീവിതം 25 ലക്ഷം ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനവും അറിവും പക്വതയും നേടുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ജോസഫിനെ ഉപദ്രവിക്കപ്പെട്ടത്, ഹല്ലേലൂയ, തന്നെ തള്ളിക്കളഞ്ഞത് മിസ്രൈമിലേക്കുള്ള തൻ്റെ യാത്രയും അതിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിരുന്നുവെന്ന് പിന്നീട് യോസഫ് പറയുന്നത്. അതേ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവമേ, ഹല്ലേലൂയ, നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ച, അങ്ങയുടെ ഭക്തന്മാരുടെ ജീവിതത്തിൽ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ച അനേക
തിക്താനുഭവങ്ങളെക്കുറിച്ച് പകൽക്കാലം ഞങ്ങൾ കേട്ടു. ഹല്ലേലൂയ. ദൈവമേ, തിക്താനുഭവങ്ങൾ ഇന്ന് നേരിടുന്ന ആരെങ്കിലും ഒരാൾ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ അവരെ ഉറപ്പിക്കണമേ. ഇതെല്ലാം നന്മയ്ക്കായി മാറ്റി രുചിയും ഗുണവും സന്തോഷിപ്പിക്കുന്ന വീഞ്ഞായി മാറിയതുപോലെ ചില നല്ലതുകൾ, ചില അനുഗ്രഹങ്ങൾ, ചില ശ്രേഷ്ഠതകൾ ഹല്ലേലൂയ ദൈവം കൊണ്ടുകൊടുത്ത് ജനത്തെ അനുഗ്രഹിപ്പിക്കും എന്നുള്ളത് ഈ വചനത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്തിയതോർത്ത് സ്തോത്രം. മഹത്വം അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെച്ച ക്രിസ്തുയേശുവിൻ തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനജീവിതം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.